ഒരു സൂപ്പർ ക്രീമി റിച്ച് ഫ്ലേവർഫുൾ പനീർ കറി ഉണ്ടാക്കാം. ഇതാണ് ഹൈദരാബാദി പനീർ കറി. എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 സവോള രണ്ടായിട്ട് മുറിച്ചതും ഒരു 4-5 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. സവാള ഒരു സൈഡായി കഴിഞ്ഞാൽ മറ്റേ സൈഡും റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ഓരോ പിടി വീതം മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് ചീരയുടെ ഇല കേട്ടോ. ചീരയുടെ ഇല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ചീരയുടെ ഇലയ്ക്ക് പകരം പാലൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ സാധാ പച്ചച്ചീര ചേർത്താലും മതി. അതും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത എണ്ണയിലേക്ക് തന്നെ ഒരു 2 ഏലക്കയും ഒരു കഷ്ണം പട്ടയും വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ ഈ കറിക്ക് ചേർക്കുന്നില്ല. കുറച്ച് ജീരകപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈരിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പനീറും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ പനീറൊക്കെ വെന്ത് ചാറൊക്കെ നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും ഒരു 2 സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഹൈദരാബാദി പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.